ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫി ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമയുടെ അസൈൻമെൻറ്റുകൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നിരന്തരമായിട്ട് കോളുകളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഈ വിളിക്കുന്ന സ്റ്റുഡൻസിന് അറിയേണ്ടത് ഈ ക്വാളിഫി ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമയുടെ അസൈൻമെൻറ്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പം അവർ എൻറോൾ ചെയ്തിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ട്രെയിനിങ് രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അത് കേരളത്തിലുള്ളവയുണ്ട്, കേരളത്തിന് പുറത്തുള്ളവരുണ്ട്. അപ്പം ഇവരൊക്കെ പറയുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം, ആർക്ക് അയച്ചു കൊടുക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അവർ ഷെയർ ചെയ്യുന്നില്ല. സത്യത്തിൽ അവർ പെരുവഴിയിലായ പോലെ ഉള്ള രീതിയിലുള്ള സംസാരമൊക്കെ എനിക്ക് പല സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ക്വാളിഫി ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജോബ് മാർക്കറ്റിൽ ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ലെവൽ 7 എന്ന് പറഞ്ഞാൽ തന്നെ UK എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഒരു PG കോഴ്സിനോട് തുല്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് UK എഡ്യൂക്കേഷൻ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്ന OFQAL, ഗവൺമെൻറ് ബോഡി ആയിട്ടുള്ള OFQAL റെഗുലേറ്റ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ. ഏതൊരു നല്ല കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നെബോഷിൻ്റെ കോഴ്സ് എടുത്താലും അതുപോലെ തന്നെ OTHMൻ്റെ ക്വാളിഫിക്കേഷൻ എടുത്താലും ഇതൊക്കെ OFQAL റെഗുലേറ്റഡ് ആണ്. അതായത് UK ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് OFQAL ആണ്. അപ്പം OFQAL നിഷ്കർഷിക്കുന്ന ക്വാളിറ്റി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ക്വാളിഫി അവരുടെ പ്രോഗ്രാംസ് റൺ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമാണ് അവർക്ക് അഫിലിയേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. മോറോവർ IOSHൻ്റെ അക്രഡിറ്റഡ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ക്വാളിഫി ഇൻ്റർനാഷണൽ ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് IOSHൻ്റെ ഗ്രാഡ് IOSH, ഇപ്പോൾ അതറിയപ്പെടുന്ന CERT IOSH എന്നാണ്. CERT IOSH മെമ്പർഷിപ്പിന് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് IOSHൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ IOSH അക്രഡിറ്റേഷൻ. ഓക്കെ, ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഒക്യുപ്പേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് അത് CERT IOSHന് എലിജിബിളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് അത്രയും ശ്രദ്ധാപൂർവമാണ് ക്വാളിഫി റൺ ചെയ്യുന്നത്. അവരുടെ അസസർമാർ അത്രയും കൃത്യമായിട്ടാണ് അത് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഗൈഡൻസ് ഇല്ലാതെ സാധാരണ സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, 10-15 വർഷമൊക്കെ ആയിട്ട് HSC മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെയും കുറേ കൂടെ ഇതിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും അത് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. സാധാരണ ഈ ഒരു കോഴ്സ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം പേരും ഒരു 3-4 വർഷമൊക്കെ വർക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 5 വർഷമൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഈ കോഴ്സിനെ പറ്റി കേട്ട് ജോബ് മാർക്കറ്റിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ലിവറേജിനെ പറ്റി ആലോചിച്ചിട്ടാണ് അവർ ഇതിനെപ്പറ്റി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഞാൻ എൻറോൾ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ അത്രയും ഗൈഡൻസ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് അസൈൻമെൻറ്റുകൾ ചെയ്യിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കിത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഡ് IOSH കിട്ടും, നിങ്ങൾക്ക് CM IOSHിലേക്കുള്ള പാത്വേ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും
പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ക്വാളിഫൈയിൽ നിന്ന് കിട്ടുന്ന ഇൻഡക്ഷൻ പാക്കിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് വായിച്ച് നോക്കാതെയും ഒക്കെ പലരും ഇതിന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. പ്രധാനമായും നമുക്ക് ക്വാളിഫി ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമയ്ക്കകത്ത് 4 അസൈൻമെൻറ്റുകളാണുള്ളത്. 701, 702, 703 ആൻഡ് 724 4 നമുക്കുള്ളത്. ഇതിലേതൊരു അസൈൻമെൻറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഏതൊരു അസൈൻമെൻറ്റിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയലും റെഫർ ചെയ്യാം, റിസർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയം റെഫർ ചെയ്യാം, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ബുക്സ് റെഫർ ചെയ്യാം, സ്റ്റഡി മെറ്റീരിയലുകൾ റെഫർ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ പ്ലേഗറിസം എന്ന് പറഞ്ഞൊരു സംഭവം വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പ്ലേഗറിസം? നിങ്ങളുടെ പേപ്പറിനകത്ത് അല്ലെങ്കിൽ അസൈൻമെൻറ്റിനകത്ത് മാക്സിമം വരാൻ പാടുള്ള പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ 15%. അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റ് 85% യുണീക്കായിരിക്കണം. പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ വർക്ക് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇപ്പം നെബോഷിൻ്റെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കറിയാം പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നും എങ്ങനെയാണ് പ്ലേഗറിസം ഇല്ലാതെ എഴുതുന്നത് എന്നും. അതേ പ്ലേഗറിസം തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ടു സ്റ്റാർട്ട് വിത്ത് നമ്മളൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു സെനാരിയോ നമ്മൾ കാണണം. സെനാരിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഓരോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് വർക്ക് സ്പേസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വർക്ക് സ്പേസ് ഡോക്യുമെൻറ്റ് ഇൻഡക്ഷൻ പാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് സ്പേസ് ഡോക്യുമെൻറ്റിൽ ഒരു സെനാരിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ അതില്ലാതെയും നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്തൊരു സാങ്കല്പികമായിട്ടുള്ളൊരു സെനാരിയോ അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു മൊഡ്യൂള് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അസസ്സർക്ക് അത് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന നല്ലൊരു ശതമാനം സ്റ്റുഡൻസിനും അവർക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് നോർമലി ഒരു 5 months ആണത് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആവാനായിട്ട് എടുക്കുന്ന സമയം. ഈ 5 monthsനകത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചില സ്റ്റുഡൻസിന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അവർ അസൈൻമെൻറ്റ് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അവർ എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ റെഫർ ചെയ്തിട്ട് അയക്കുകയാണ്, സൈറ്റേഷൻസ് വെക്കുന്നില്ല, റെഫറൻസുകൾ വെക്കുന്നില്ല, ബിബ്ലിയോഗ്രാഫി വെക്കുന്നില്ല. അങ്ങനെ വരുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ സബ്മിറ്റ് ചെയ്യുന്നു, അസസർ അത് ശരിയായ രീതിയിൽ പരിശോധിക്കുന്നു. അസസർ നല്ല രീതിയിൽ അത് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് ഉള്ള കറക്ഷൻസ് പറഞ്ഞ പുള്ളി തിരിച്ചയക്കും, രണ്ടാമതും ചെയ്യും, അതേ മിസ്റ്റേക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കും, വീണ്ടും അസസർ തിരിച്ചയക്കും. അപ്പോൾ ഇതിനകത്ത് പാസ് ഓർ ഫെയിൽ എന്ന് പറഞ്ഞൊരു സാഹചര്യമല്ല ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ കോഴ്സിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 18 മാസം കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 18 മാസമൊന്നും വേണ്ട, 3-4 മാസത്തിനകത്ത് നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 to 3 weeks എടുക്കും അസസറിൻ്റെ ഫീഡ്ബാക്ക് വരാനായിട്ട്. കാരണം അസസറിന് ഇത്രയും പേപ്പേഴ്സ് വരുമ്പം, അസൈൻമെൻറ്റുകൾ വരുമ്പം അത് എല്ലാം വാല്യൂ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ടാണ് 2 to 3 weeks എന്നുള്ളൊരു ടൈം ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു 1 week അല്ലെങ്കിൽ 10 daysനകത്തൊക്കെ അവർക്ക് അസസറുടെ ഫീഡ്ബാക്ക് വരാറുണ്ട്. അപ്പോൾ അസസർ ഒന്നുകിൽ അത് പാസ്സായി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനായിരിക്കും പറയാം. ഇപ്പോൾ കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ അഡീഷണൽ ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത എമൗണ്ടിലെല്ലാം കവേർഡാണ്. ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും നിങ്ങളത് റീസബ്മിറ്റ് ചെയ്യുമ്പം മേ ബി 2 to 3 weeks ടൈം അതിനെടുക്കും.
ചിലപ്പം അസസർ ബിസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം 3 വീക്സ് വരെ എടുത്തെന്ന് വരാം. അത്രയും സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ ഊരി പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്തു, എങ്ങനെ ഒരു 3-4 തവണ ഞാൻ കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടും അക്സെപ്റ്റ് ആവുന്നില്ല, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തിക്സ് ഇല്ലാതെ അഡ്മിഷൻസ് മാത്രം എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. അവർക്കത് അവർക്ക് ആ ഈ കോഴ്സിനെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് കൊണ്ടോ എന്താണോ അറിഞ്ഞുകൂടാ. പക്ഷേ പല സ്റ്റുഡൻസും ഞാൻ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടായിരിക്കണം എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് സ്പേസ് ഡോക്യുമെൻറ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പ്ലേഗിയറിസം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് പ്ലേഗിയറിസം റിപ്പോർട്ട് കൂടെ ചേർത്തിട്ടാണ് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ പേപ്പറിൻ്റെ യുണീക്നെസ് 85%, അതായത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി എന്ന് തെളിയിക്കുന്നതായിട്ടുള്ള രേഖയാണ് നമ്മുടെ ഈ പ്ലേഗിയറിസം റിപ്പോർട്ട് എന്ന് പറയുന്നത്. 85% യുണീക്നെസ് വേണം, 15% വരെ നമുക്ക് പ്ലേഗറിസം അനുവദനീയമാണ്. അപ്പം ഈ 4 യൂണിറ്റുകളിൽ 1 by 1 ആയിട്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 724 ആദ്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 701 ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തു റെഫർ ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് റെഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലേഗറിസം ഒരു വശമാണെന്നുണ്ടെങ്കിൽ, പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വർക്ക് നമ്മൾ എടുത്തിട്ട് നമ്മളുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലേഗറിസം എന്ന് പറയുന്നത്. അത് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അതിനൊരു മിസ്കോണ്ടക്റ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേഗറിസത്തിൻ്റെ നേർ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. നിങ്ങളവിടെ എന്ത് ചെയ്യുവാണ്, ഇത് ചെയ്ത ആളുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ പറയുകയാണ് ഇത് നിങ്ങളുടെ വർക്കല്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കോളറായിരിക്കാം, ഒരു പ്രൊഫസറായിരിക്കാം, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഡോക്യുമെൻ്റ് ആയിരിക്കാം, അതിന് ക്രെഡിറ്റ് യഥാക്രമം കൊടുക്കേണ്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ചെയ്യുന്ന എന്താണ്, ഞാൻ പ്ലേഗറിസം നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ കൂടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തെല്ലാം സോഴ്സുകളാണ് ഈ ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റെഫർ ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണ്, ഈ റെഫറൻസ് മെറ്റീരിയലൊക്കെ വായിച്ച് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധമായിട്ട് മറ്റൊരാളുടെ വർക്ക് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ക്രെഡിറ്റും റെസ്പെക്റ്റും നിങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ഈ പേപ്പർ ഈ അസസർക്ക് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളിത് റെഫർ ചെയ്താണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ക്വാളിഫൈ ലെവൽ 7 ഇൻ്റർനാഷണൽ ഡിപ്ലോമയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹാർവാർഡ് റെഫറൻസിങ് സ്റ്റൈലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റെഫറൻസിങ് സ്റ്റൈലുകളുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഹാർവാർഡ് റെഫറൻസിങ് സ്റ്റൈലാണ്. ബേസിക്കലി അതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ മെറ്റീരിയലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓതറുടെ അതെഴുതിയ ആളുടെ പേരും അതുപോലെ തന്നെ അയാൾ ചെയ്ത ആ വർക്കിൻ്റെ വർഷവും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെഫറൻസിങ് നമ്മൾ കൊടുക്കുന്നത്. 2 രീതിയിലുള്ള റെഫറൻസിങ് ആണ് നിങ്ങളുടെ അസൈൻമെൻറ്റിനകത്ത് ആവശ്യമുള്ളത്. ഒന്ന് ഇൻടെക്സ്റ്റ് സൈറ്റേഷനും, രണ്ടാമത്തത് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഓരോ ആൻസറിന് ശേഷവും നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ എൻഡ് പാർട്ടിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് റെഫറൻസസ് കൊടുക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൻസറിന് ശേഷവും റെഫറൻസസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് ബുള്ളറ്റ് പോയിൻ്റ് ഇട്ട് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക. ഇനി ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങളൊരു അതിനകത്തുള്ളൊരു ടാസ്ക്
ആ ഒരു ടാസ്കിൻ്റെ അണ്ടറിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റെഫർ ചെയ്തിട്ട് നിങ്ങളതിനകത്ത് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിഗർ അവിടെ കോട്ട് ചെയ്യാണ്. ഇപ്പം ഇതായിരുന്നു 2016 ആക്സിഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏത് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഓതറിൻ്റെ ലാസ്റ്റ് നെയിം, ഈ എഴുതിയ ഓതറിൻ്റെ ലാസ്റ്റ് നെയിമും ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ ലെഗ് 2016 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഗ് എന്ന് ലാസ്റ്റ് നെയിം വരുന്ന ആൾ 2016 ഇത് പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റാണ്. ഇത് 3 എക്സാമ്പിളുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 3 രീതിയിൽ നമുക്ക് ചെയ്യാം, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ വളരെ ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അതായത് ആ ടെക്സ്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഡോക്യുമെൻറ്റിൻ്റെ ഫുൾ നെയിമോ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമോ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നെയിമും അത് പബ്ലിഷ് ചെയ്ത വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ. അധികം സ്റ്റുഡൻസിനും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ റെഫറൻസുകൾ വെക്കും, പക്ഷേ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ വെക്കില്ല. ഇപ്പം നമ്മൾ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ വെക്കുന്നതും റെഫറൻസുകൾ വെക്കുന്നതും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നിങ്ങളുടെ ഒരു ടാസ്കിൻ്റെ ഒരു 4 പാരഗ്രാഫ് വരുന്ന ഒരു കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 2 ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനുകളാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഫറൻസ് നിങ്ങൾ ആ ആൻസറിന് ശേഷം കൊടുക്കണം. ഇതിൽ ചുരുക്കിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ റെഫറൻസുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വേറൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓതറാണ് ഈ ബുക്ക് എഴുതിയത് ഒരാളാണെങ്കിൽ അയാളുടെ ലാസ്റ്റ് നെയിം ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2 പേരാണെങ്കിലോ 2 പേര് ഒന്നുകിൽ ഒരാളുടെ ലാസ്റ്റ് നെയിം രണ്ടാമത്തെ ആളുടെ ലാസ്റ്റ് നെയിം പിന്നെ വർഷം. 3 പേരാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ആദ്യത്തെ ആളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുടെ ലാസ്റ്റ് നെയിമും പിന്നെ ETAL എക്സെട്ര എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ വർഷവും. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇതൊക്കെയാണ് അവരുടെ അസൈൻമെൻറ്റുകൾ റിവ്യൂവിന് വേണ്ടി തിരിച്ചു വരുന്നതിനുള്ള കാരണങ്ങൾ. ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ റെഫർ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ഇൻ ടെക്സ്റ്റ് ഇതാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇത് 3 വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകളിൽ നിന്ന് 3 പാരഗ്രാഫുകളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഓതറിൻ്റെ വർക്കായ അത് ഏതാണ് വർക്ക് എന്നുള്ള റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മൾ വെബ്സൈറ്റ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. പിന്നെ വേറെ ഒരുപാട് ടൈപ്പ് റെഫറൻസുകളുണ്ട്. അത് നമുക്ക് ക്വാളിഫൈഡ് ഇൻഡക്ഷൻ പാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെൻ്റ് തന്നെയുണ്ട്. ഇനി ബിബ്ലിയോഗ്രാഫി അല്ലെങ്കിൽ റെഫറൻസ് ഒരു ആൻസറിന് ശേഷം വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനിൽ നമ്മൾ വളരെ ചുരുക്കിയിട്ട് ലാസ്റ്റ് നെയിം ഇയറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ആൻസറിന് ശേഷം റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഏത് ഡോക്യുമെൻ്റാണ് റെഫർ ചെയ്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് 2ാമത്തെ പോയിന്റ് നോക്കിയേ, ഇത് ഓതറിൻ്റെ പേരാണ്, പിന്നെ 2ാമത്തെ ഓതറിൻ്റെ പേരാണ്, ഇത് ഏത് വർഷമാണ് ഈ ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തത്, പിന്നെ ആ ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താ, സേഫ്റ്റി മാനേജ്മെൻറ്റ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു ഡെവലപ്പിംഗ് എ സസ്റ്റൈനബിൾ സിസ്റ്റം CRC പ്രസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ റെഫറൻസുകൾ കൊടുക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും. ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് നിങ്ങളുടെ ഈ
പ്ലേഗറിസം ചെക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ plagiarismdetector.net എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആൻസർ അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം പ്ലേഗറിസം ഉണ്ടെന്ന് അതിനകത്ത് കാണിച്ചു തരും. പ്ലേഗറിസം ഉള്ള ഭാഗം എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരികയും ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പ്ലേഗറിസത്തിനകത്ത് വളരെ ഹൈ ലെവൽ ഇതാണ് വരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. എപ്പോഴും പ്ലേഗറിസം ഇല്ലാതെ ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്ത് റെഫർ ചെയ്താലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളതിനെ മാറ്റി എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്കറിയാം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂ ലൈറ്റ് ക്ലാസ് റൂംസ് തൃശ്ശൂർ എന്നാണ്. അപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കിട്ടുകയും കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.